നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ പിടിയിലായത് 11 പാക് ചാരന്മാർ. ഏഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡിന്റെ പുതിയ തരംഗം വ്യാപകമാകുന്നു. സാംസ്കാരിക കേരളത്തിന്റെ പരിച്ഛേദമായി പരസ്പരം സംഗമം. മുഖ്യമന്ത്രി നേതൃത്വം നൽകി. വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ പരിശീലനം ആരംഭിച്ചു. കൂരിയാട് സർവീസ് റോഡും ദേശീയപാതയും ഇടിഞ്ഞ് അപകടം. 3 കാറുകൾ അപകടത്തിൽപ്പെട്ടു. ജ്യോതി മൽഹോത്ര മുതൽ ദേവാനന്ദ് സിംഗ് വരെ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ പിടിയിലായത് 11 പാക് ചാരന്മാർ. അറസ്റ്റിലായവരിൽ വ്ലോഗർ, വിദ്യാർത്ഥികൾ, ഒരു സെക്യൂരിറ്റി ഗാർഡ്, സാധാരണക്കാർ, ഒരു ആപ്പ് ഡെവലപ്പർ എന്നിവർ ഉൾപ്പെടുന്നു. പാകിസ്ഥാൻ ചാര ഏജൻസിയായ ISSക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ചാരവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർക്കെതിരെ രാജ്യവ്യാപകമായി വൻ പരിശോധനയാണ് നടന്നത്. 3 ദിവസത്തിനിടെ ഒന്നിലധികം സ്ഥാനങ്ങളിലായി പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് 11 പേരെ അറസ്റ്റ് ചെയ്തു. തന്ത്രപരമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഹരിയാന ആസ്ഥാനമായുള്ള ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റിലായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. സോഷ്യൽ മീഡിയ, സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ, വ്യാജ വാഗ്ദാനങ്ങൾ, മെസ്സേജിംഗ് ആപ്പുകൾ, പാകിസ്ഥാനിലേക്കുള്ള വ്യക്തിപരമായ സന്ദർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രതികളെ ചാരശൃംഖലയിലേക്ക് ആകർഷിച്ചത്. സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുടെയും 20-30 പ്രായമുള്ള യുവാക്കളെയും ഈ നെറ്റ്വർക്കുകളിൽ ഉപയോഗപ്പെടുത്തുന്നത് ചാരവൃത്തിയുടെ പരിണാമ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. കാരണം നിരുപദ്രവകരമെന്ന് തോന്നുന്ന ചാനലുകളെ രഹസ്യാന്വേഷണ ശേഖരണത്തിനായി ഉപയോഗപ്പെടുത്തുമെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. വിജ്ഞാനം കേരളം പദ്ധതിയുടെ ഭാഗമായി ജൂൺ 21-ന് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി ജില്ലാതല റിസോഴ്സ് പേഴ്സണൽമാരുടെ പരിശീലനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. KV സുമേഷ് MLA പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ തദ്ദേശ സ്ഥാപന പരിധിയിലെ DRPമാർ, കമ്മ്യൂണിറ്റി അംബാസിഡർമാർ, ബ്ലോക്ക് മുനിസിപ്പൽ തല ജോബ് സ്റ്റേഷൻ ചുമതലക്കാർ, വിജ്ഞാന കേരളം പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ജില്ലാതല മെഗാ ജോബ് ഫെയർ എല്ലാ ആഴ്ചകളിലും സംഘടിപ്പിക്കുന്ന വെർച്വൽ ജോബ് ഫെയർ, പ്രാദേശിക ജോബ് ഫെയർ എന്നിവ വഴി അടുത്ത ജൂലൈ അവസാനത്തോടെ 20,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടന്നുവരുന്നത്. മെയ് 20 മുതൽ 23 വരെയുള്ള തീയതികളിൽ തദ്ദേശ സ്ഥാപനതല പരിശീലനം 82 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും. ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വീതം സന്നദ്ധ പ്രവർത്തകരാണ് തദ്ദേശ സ്ഥാപന പരിശീലനത്തിൽ പങ്കെടുക്കുക. മെഗാ തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷനു വേണ്ടി ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീം മെയ് 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ ഗൃഹസന്ദർശനം നടത്തും. ഇതുവരെ DWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോയ 30,000 അഭ്യസ്ത വിദ്യരുടെ വ്യക്തിഗത വിവരങ്ങൾ ഇതിനായി തയ്യാറാക്കിയ പ്രത്യേക ഗൂഗിൾ ഫോം വഴി ശേഖരിക്കും. തുടർന്ന് അനുയോജ്യമായ യോഗ്യതയും തൊഴിൽ പരിചയവും കണക്കിലെടുത്ത് ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെട്ട തൊഴിലുകൾക്ക് അപേക്ഷ സമർപ്പിക്കാനാവശ്യമായ പിന്തുണ ജില്ലയിൽ നിലവിൽ പ്രവർത്തനം ആരംഭിച്ച 90 ജോബ് സ്റ്റേഷനുകൾ വഴി നടത്തും. മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ അപേക്ഷ സമർപ്പിച്ചവർക്കുള്ള സോഫ്റ്റ് സ്കിൽ പരിശീലനം ജൂൺ 1 മുതൽ ആരംഭിക്കും. ഇംഗ്ലീഷിലുള്ള ആശയവിനിമയം, ബയോഡാറ്റ തയ്യാറാക്കൽ, ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂവിനെ നേരിടൽ എന്നിവയാണ് പരിശീലനം. തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ മെന്റർമാരാണ് പരിശീലനത്തിൽ നേതൃത്വം നൽകുക. പ്രൊഫഷണൽ മേഖലയിലെ തൊഴിൽ അപേക്ഷകർക്ക് ജൂൺ 10 മുതൽ 15 വരെയുള്ള തീയതികളിൽ ജില്ലാ തലത്തിൽ പരിശീലനം നൽകും. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത്, PV രത്നാകരൻ, അനു പ്രകാശ്, DPM സൗമ്യ എന്നിവർ ക്ലാസ് എടുത്തു. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപനം നടത്തി. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം KV സുമേഷ് MLA നിർവഹിച്ചു. ക്ലാസ് മുറികളും സ്കൂളുകളും ആകർഷണീയമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു.
2024-25 വർഷത്തെ ഗവൺമെന്റ് പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 6 ക്ലാസ് മുറികളും ശൗചാലയവും കൗൺസിലിംഗ് മുറിയും സ്റ്റെയർകേസും അടങ്ങുന്ന കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം 490 ചതുരശ്ര മീറ്ററാണ്. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമായതിനെ തുടർന്ന് ടെൻഡർ നടപടികളിലേക്ക് കടന്ന് 1 വർഷത്തെ പൂർത്തീകരണ കാലാവധിയോട് കൂടിയാണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ കണ്ണാടിപ്പറമ്പ് GHSS വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ്. സ്കൂളിന്റെ സുഗമമായ മുന്നേറ്റത്തിന് പുതിയ കെട്ടിടം കൂടുതൽ സഹായകരമാകും. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ KV സുമേഷ് MLA നേതൃത്വത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ മഴവില്ല് നടന്നു വരികയാണ്. മഴവിൽ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K താഹിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T റാഷിദ, PTA പ്രസിഡന്റ് മിഹ്റാബി, സ്കൂൾ പ്രിൻസിപ്പൽ OC പ്രസന്നകുമാരി, പ്രധാനാധ്യാപിക PP ഇന്ദിര, RRD രാജേഷ്, PV അബ്ദുള്ള മാസ്റ്റർ, K ബൈജു, പ്രശാന്തൻ മാസ്റ്റർ, P രാമചന്ദ്രൻ, P ശ്രീധരൻ, രത്നാകരൻ, KT വഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം കുരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞ് അപകടം. സർവീസ് റോഡാണ് ആദ്യം ഇടിഞ്ഞത്. ഇതിന് പിന്നാലെ പുതിയ 6 വരിപ്പാതയുടെ ഭാഗവും സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു. ഓടിക്കൊണ്ടിരുന്ന 3 കാറുകൾ അപകടത്തിൽപ്പെട്ടു. ആളപായമില്ല. കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം. വളരെ ഉയരത്തിൽ നിന്നാണ് താഴ്ചയിലുള്ള സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. തിങ്കൾ പകൽ 2:30 അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലേക്കാണ് മണ്ണിടിഞ്ഞത്. 3 കാറുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് വീഴുകയായിരുന്നു. പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന JCBയും അപകടത്തിൽപ്പെട്ടു. റോഡ് നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ ദേശീയപാത അതോറിറ്റിക്കെതിരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡിന്റെ പുതിയ തരംഗം വ്യാപകമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഹോങ്കോങ്, ചൈന, സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് പുതിയ തരംഗം വ്യാപിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ ഗവൺമെന്റുകൾ ശക്തമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കേസുകളുടെ എണ്ണത്തിൽ 28% വർധനവുണ്ടായത്. കഴിഞ്ഞ ആഴ്ച 14,200 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പോസിറ്റീവ് ആകുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഹോങ്കോങ് അധികൃതർ പറയുന്നത്. പുതിയ തരംഗത്തെ ജാഗ്രതയോടെ നേരിടണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. പനി, ചുമ, തൊണ്ടവേദന, ജലദോഷം, മൂക്കടപ്പ്, തുമ്മൽ, തലവേദന, ശബ്ദമടയുന്ന അവസ്ഥ, ഓക്കാനം, ഛർദി, ശരീരവേദന, ഗന്ധമോ രുചിയോ നഷ്ടപ്പെടുന്ന അവസ്ഥ, ശ്വാസതടസ്സം, കണ്ണിലെ ചുവപ്പ് എന്നിവയെല്ലാമാണ് സാധാരണയായി കോവിഡിന്റെ സൂചനകളായി കാണപ്പെടുന്നത്. ഇതിലേതെങ്കിലും ഉണ്ടെന്ന് കരുതി പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ലക്ഷണങ്ങൾ തുടർന്നാൽ ഡോക്ടറെ കാണുക. ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടായാൽ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ മാസ്ക് ധരിക്കുക. ഇടയ്ക്കിടെ കൈ കഴുകുക. നായനാരുടെ ഓർമ്മ പുതുക്കി നാട്. ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മഹാനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി EK നായനാരുടെ സ്മരണ പുതുക്കി നാട്. 3 തവണ LDF ഭരണത്തെ നയിച്ച അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 21 വർഷം പൂർത്തിയാകുന്നു. കേരള ജനതയുടെ ജീവിതത്തെ പുതുക്കിപ്പണിത കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രധാനിയും മികച്ച ഭരണാധികാരിയുമായിരുന്നു നായനാർ. CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, പാർലമെന്റേറിയൻ, ദേശാഭിമാനി പത്രാധിപർ, എഴുത്തുകാരൻ, പ്രാസംഗികൻ തുടങ്ങിയ നിലയിലെല്ലാം അനന്യമായ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. CPM നേതൃത്വത്തിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ, ജില്ലാ കേന്ദ്രങ്ങളിൽ പതാകയുയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MA ബേബി, MV ഗോവിന്ദൻ, EP ജയരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് കല്യാശ്ശേരിയിൽ പ്രകടനവും പൊതുയോഗവും MA ബേബി ഉദ്ഘാടനം ചെയ്തു.
കെ രാഗേഷ്, TV രാജേഷ്, K നാരായണൻ, ശ്യാമള ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നായനാർ അക്കാദമിയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസംഗികരുമൊക്കെ സഖാവ് നായനാരുടെ ജീവിതത്തെക്കുറിച്ചും സഖാവ് നായനാർ രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിലും ഭരണാധികാരി എന്ന നിലയിലും എഴുത്തുകാരനും പ്രഭാഷകനും എന്ന നിലയിലും ഇതിനെല്ലാം അപ്പുറം അസാധാരണനായ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ഒക്കെ എന്തെല്ലാം പാഠങ്ങളാണ് പിന്നീട് കടന്നു വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുത്തത് എന്ന കാര്യം, അതാണ് ഇതുപോലുള്ള ഓർമ്മ ദിനങ്ങളിൽ നമ്മൾ ഓർത്തെടുത്ത് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം ഓർക്കേണ്ട പലതും നമ്മൾ ചിലരെങ്കിലും സമൂഹത്തിൽ മറന്നുപോകുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട അനുഭവങ്ങൾ നമുക്കുണ്ട്. സമൂഹത്തെ പലതരത്തിൽ വിഭജിക്കുന്ന പലതരം വർഗീയ ശക്തികൾ കേരളത്തിൽ പോലും അവിടെയും ഇവിടെയും സ്വാധീനമുറപ്പിക്കുന്നുണ്ടോ, തലപൊക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മളെല്ലാം അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകമാണ്. എന്നാലും കേരളം ഇന്ത്യക്കൊരു വിസ്മയമായും ഇന്ത്യക്കൊരു മാതൃകയായും ഒട്ടേറെ മേഖലകളിൽ വെളിച്ചം പകരുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സാഹിത്യ സാംസ്കാരിക ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോൾ വളരെ പ്രശസ്തരായ ചില വ്യക്തികൾ, അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അവർ കേരളത്തിൽ വരുമ്പോഴാണ് വലിയ സദസ്സിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്, ഞങ്ങൾക്കിതുപോലുള്ള വിമർശനങ്ങൾ, ഇതുപോലുള്ള നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഇന്ന് ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു നാട് കേരളം മാത്രമാണ് എന്ന് പല പ്രമുഖരും പറഞ്ഞത്. അതിൽ ചിലരുടെ മാത്രം പേര് പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില പേരുകൾ ഞാൻ പരാമർശിക്കാം. അങ്ങനെ നമുക്ക് ഉത്കണ്ഠയും പരാതിയും ഉള്ള തെറ്റായ ചില പ്രവണതകളും കേരളത്തിൽ അവിടെയും ഇവിടെയുമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിക്കാവുന്ന ഒരു കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നവോത്ഥാന നായകന്മാർ പങ്കുവഹിച്ചിട്ടുണ്ട്, അതൊരു സംശയവുമില്ല. ആ നവോത്ഥാന നായകന്മാർ പങ്കുവഹിച്ചതിന് ശേഷം ആ നവോത്ഥാന നായകന്മാർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കടമകൾ ഒരു പുതിയ കേരളം, ഓർക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കേരളം സൃഷ്ടിക്കുന്നതിൽ EMSനെയും AKGയെയും P കൃഷ്ണപിള്ളയെയും പോലുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർക്കൊപ്പം അവർക്ക് തൊട്ട് പിന്നാലെ ഈ നാടിനെ ഇന്നത്തെ നാടാക്കുന്നതിൽ സംഭാവന നൽകിയ അതുല്യനായ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു സഖാവ് E.K. നയനാർ എന്ന് ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. എന്നെപ്പോലുള്ള എളിയ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇങ്ങനെ സഖാവ് നയനാരുടെ ഓർമ്മ ദിനത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി സഖാവ് നയനാരുമായിട്ടുള്ള ഇടപഴകാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാൻ ഒക്കെ കിട്ടിയ നിമിഷങ്ങൾ സഖാവ് KK രാഗേഷുമായിട്ട് ഇങ്ങനെ പയ്യന്നൂരിലൊരു പരിപാടി കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം നിരത്തിവെക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത്. പ്രകൃതി ചെറിയ തോതിൽ നമ്മളോട് ചെറിയൊരു പരിഭവം കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും വലിയ ചൂടും വേവും ഒക്കെ ആയിട്ടിരിക്കുമ്പം അല്പം മഴ പെയ്യണമെന്നൊക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ യോഗം നടത്തുന്ന സമയത്താകുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് പരാതിയുമാകും. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് പറയുകയായിരുന്നു. സഖാവ് E.K. നായരുടെ
പൊതുപ്രവർത്തകൻ എന്നുള്ള രൂപപ്പെടൽ അത് ബാലസംഘം പ്രവർത്തകനായിട്ടാണ്. ഇവിടെ ഉണ്ടാവും ബാലസംഘത്തിൻ്റെ പ്രവർത്തകർ, തലയിൽ ഇതൊക്കെ വെച്ചിട്ട് അവർ ബാലസംഘ പ്രവർത്തകയാണെന്ന് തോന്നിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇപ്പം കണ്ണൂരിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത്, മലബാറിൻ്റെ ഒരു കരുത്ത് ബാലസംഘമാണ്. എല്ലാ രംഗത്തും സംഘടനയുണ്ട് ഇവിടെ മലബാർ. ഞങ്ങൾ തെക്കിൽ നിന്ന് വരുന്നവർക്ക് അതൊക്കെ വലിയ പുതുമയും ആവേശവുമാണ്. പക്ഷെ സഹോദരൻ നയനാരുടെ ചരിത്രം പറയുമ്പോൾ ബാലസംഘം തൊട്ട് തുടങ്ങണം. ബാലസംഘം പ്രവർത്തകനായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മലബാർ സന്ദർശിച്ചപ്പോൾ ബാലനായിട്ടുള്ള ഇ കെ നയനാർ കൂട്ടുകാരോടൊപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിയാവും ഈ കൊച്ചു പയ്യനെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കന്മാരെന്നുള്ള തലത്തിൽ പുതുതലമുറയോട് വലിയ വാത്സല്യം കാണിക്കുന്നവരായിരുന്നു അവർ. അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അഭിനന്ദനം ബാലസംഘം പ്രവർത്തകനായിരിക്കുമ്പോൾ ഏറ്റുവാങ്ങിയത് മുതലാണ് ഇ കെ നായനാർ പൊതുരംഗത്തെ ഒരു ഭാവിയിലെ വലിയ നേതാവായി വളർന്നു വരുന്നതിൻ്റെ അടിത്തറ ഇടപെട്ടത് എന്നീ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുന്നു. അപ്പോഴാണ് മൊറാഴ കേസിലും കയ്യൂർ കേസിലും പ്രതിയാക്കപ്പെടുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒളിവിൽ പോകേണ്ടി വന്നു ആ പ്രായത്തിൽ. ഒളിവിൽ സഹോദരൻ നയനാർ കുറേ കാലം പ്രവർത്തിച്ചത് തിരുവനന്തപുരത്ത് ഒരു പത്രം ഓഫീസിലാണ്, കേരള കൗമുദിയുടെ ഓഫീസിലാണ്. അതുകൊണ്ട് ഈ പത്രപ്രവർത്തകരെല്ലാം സഹോദരൻ നയനാർ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായ നേതാവായിട്ട് ഉയർന്നതിന് ശേഷം പത്രസമ്മേളനങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വട്ടം കറക്കാൻ വേണ്ടി ചില ചോദ്യങ്ങളുമായിട്ട് പത്രലേഖകർ വരും. പക്ഷേ നയനാരെടുത്തത് ചിലവാവില്ല. ഒന്ന് സ്വയം പത്രപ്രവർത്തകനായ പരിചയസമ്പത്തുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ട്, നയനാരെ പത്രസമ്മേളനം നടത്തുന്ന കണ്ടുള്ളവർക്കറിയാം. എടോ, ഞാൻ പത്രപ്രവർത്തകനായിട്ടിരുന്ന ആളാണ്, എന്നോട് ഈ വേലയൊന്നും നീ ഇറക്കണ്ട കേട്ടോ എന്ന് പറയുന്നതോടുകൂടി ഈ നയനാരെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരുന്ന പത്രപ്രവർത്തകൻ്റെ ഗ്യാസ് അതോടുകൂടി പോകും. അപ്പം ഇത്തരത്തിൽ നർമ്മത്തിൽ ചാലിച്ച് ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാനുള്ള നയനാരുടെ അസാധാരണമായ ഒരു പ്രാവീണ്യം, അതുപോലെ തന്നെ എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള നയനാരുടെ ആധികാരികതയും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരു നേതാവിനും അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു സ്വാതന്ത്ര്യവും ആധികാരികതയും നയനാർക്കുണ്ടായിരുന്നു. ഒരു കാര്യം ഉദാഹരണമായിട്ടൊന്ന് ഞാൻ പറയാം, അത് വിവാദമാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട്ടാ, പക്ഷെ ഞാൻ പറയുകയാണ്, അത് ഓർമ്മയുള്ളവർക്കറിയാം. ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടന്നു. നയനാർ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അവിടെ വേണ്ടത്ര സംരക്ഷണം എല്ലാം കൊടുക്കായിരുന്നുകൊണ്ടല്ലേ അവിടുന്ന് മോഷണം പോയത് എന്ന് ചോദിച്ചു. നയനാർ പറഞ്ഞു, ഭഗവാൻ എന്തിനാടോ പാറാവ്, ഭഗവാൻ എൻ്റെ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമുണ്ടോ? അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ നോക്കേണ്ടതായിരുന്നു. ഇതാണ് നയനാർ. നമുക്കാർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? പറഞ്ഞാലുള്ള സ്ഥിതി എന്താവും? നയനാർ പറഞ്ഞതിൻ്റെ ആ അർത്ഥത്തിൽ കാണാൻ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനുള്ള ശേഷി നയനാർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സ്വാതന്ത്ര്യ സമരസേനാനിയായി, കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്ന്, കർഷക സംഘത്തിൻ്റെ നേതാവായി വളർന്ന്, ദേശാഭിമാനി പത്രാധിപർ, ഒട്ടനവധി പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ്, ദേശാഭിമാനി പത്രത്തെ, തൊഴിലാളി വർഗത്തിൻ്റെ പത്രത്തെ ജീവന് തുല്യം സ്നേഹിച്ച നേതാവ്. എല്ലാ എഡിഷൻ പത്രവും നയനാർക്ക് വായിക്കണം.
കാര്യം ചില വാർത്തകൾ ചില എഡിഷനിലേ ഉണ്ടാവുള്ളൂ. പത്രം കിട്ടിക്കഴിഞ്ഞാൽ സേവ നായനാർ ചെയ്യുന്ന ഒരു കാര്യം, സേവ നായനാരുടെ യോഗം കേട്ടുള്ളവർക്കറിയാം. ഓരോ ദിവസവും പൊതുയോഗമുണ്ടെങ്കിൽ ആ ദിവസത്തെ പത്രത്തിൽ വന്ന പ്രധാന വാർത്തകൾ കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ വെട്ടിയെടുത്ത് ഒരു പിന്നുകൊണ്ട് കുത്തി അതും കൈ പിടിച്ചിട്ടാണ് പല യോഗങ്ങളിലും സേവ നായനാർ വരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് അത്ര യോഗങ്ങൾ. എന്നിട്ട് സേവ നായനാർ ചോദിക്കും, ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ വന്നത് താൻ വായിച്ചിട്ടുണ്ടോ? മുമ്പിലിരിക്കുന്ന ജയരാജനെ പോലെ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നായനാർ ചോദിക്കും, താൻ വായിച്ചിട്ടുണ്ടോ? കടലാസ് വായിച്ചോ എന്നാ ചോദിക്കുക. ഇന്നത്തെ കടലാസ് താനിത് വായിച്ചോ? വായിച്ചില്ല. പിന്നെ എന്തിനാ നടക്കുന്നത്? പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് അവതരിപ്പിക്കും. അപ്പം സദസ്സിനെ മുഴുവൻ തൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പഠന ക്ലാസ്സിലെ പോലെ വിജ്ഞാനപ്രദമായി ജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പത്രങ്ങളിൽ നിന്ന് മാസികകളിൽ നിന്ന് അവതരിപ്പിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യും. വെറും വാർത്ത പങ്കുവെക്കുകയല്ല. അതിൽ നാം എന്ത് പാഠമാണ് പഠിക്കേണ്ടത്, അതിൽ നാം എന്ത് നിഗമനത്തിലേക്കാണ് എത്തേണ്ടത്, ഈ നിലയിൽ പൊതുയോഗങ്ങളെ ജനകീയമായ പഠന ക്ലാസ്സുകളാക്കി മാറ്റുന്നു. ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സഖാവ് നയനാർ പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ 3 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സഖാവ് നയനാർ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980-82, പിന്നെ 87 മുതൽ 91 വരെ, പിന്നെ 96 മുതൽ 2001 വരെ 3 വ്യത്യസ്ത ഘട്ടങ്ങളിൽ തൻ്റെ മുഖ്യമന്ത്രി എന്ന ജീവിതകാലത്ത്, രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് സഖാവ് നയനാർ ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒന്നാം നയനാർ ഗവൺമെൻറ്, 80-ൽ നയനാർ ഗവൺമെൻറ്. ആ നയനാർ ഗവൺമെൻറ്റാണ് സമൂഹത്തിൽ ജീവിത ക്ലേശങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ക്ഷേമം നൽകാൻ, ആശ്വാസം പകരാൻ ജനകീയ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചുകൊണ്ട്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന്, പിന്നീട് കർഷക തൊഴിലാളി പെൻഷനായി, കശുവണ്ടി തൊഴിലാളി പെൻഷനായി, ക്ഷേമ പെൻഷനുകൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം ഇപ്പോൾ 62 ലക്ഷം ജനങ്ങൾക്ക് വ്യത്യസ്ത ക്ഷേമ പെൻഷനുകൾ. ഏതാണ്ട് 62 ലക്ഷം കുടുംബങ്ങളാണ്. അപൂർവം കുടുംബങ്ങളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആൾക്ക് പെൻഷൻ ഉണ്ടാവും. ഇത് തുടക്കം കുറിച്ചത് സഖാവ് കെ നയനാരാണ്. ആ സമയത്തൊരു വലിയ സംവാദമുണ്ടായി, നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ട്. ലോകമറിയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ് ഡോക്ടർ KN രാജ്. തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ നിലപാടുമെടുക്കുന്ന ആളാണ് ഡോക്ടർ KN രാജ്. പൊതുവിൽ ജനാധിപത്യപരമായ സമീപനം പല വിഷയങ്ങളിലും അദ്ദേഹം എടുക്കാറുണ്ട്. എന്നാൽ കെയ്നീഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ഒരു അനുകർത്താവാണ് അദ്ദേഹം. EMSുമായി സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിൽ സംവാദങ്ങളിൽ ഏർപ്പെടാനുള്ള ആളും ആണ് ഡോക്ടർ KN രാജ്. ചില സന്ദർഭങ്ങളിൽ വളരെ വാശിയുള്ള ചില നിലപാടുകൾ ഡോക്ടർ KN രാജ് എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് നമ്മളെ അമ്പരപ്പിക്കുന്ന ചില നിലപാടുകൾ അദ്ദേഹം എടുക്കും. നയനാർ ഗവൺമെൻറ് ഈ ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിൽ ഡോക്ടർ KN രാജ് പറഞ്ഞു, ഇത് പ്രത്യുൽപാദനപരമായ ഒരു പദ്ധതിയല്ല, പ്രൊഡക്റ്റീവായ ഒരു ധനവിനിയോഗമല്ല, പ്രത്യുൽപാദനപരം എന്ന് പറയാം. സഖാവ് EMS എന്ന് ജീവിച്ചിരിപ്പുണ്ട്. സഖാവ് EMS ആണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്. സഖാവ് കെ നയനാർ നിയമസഭയിൽ പ്രതികരിച്ചതുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അത്രേ ഞാൻ പറയുന്നു. സഖാവ് കെ നയനാരുടെ തനത് ശൈലിയിലാണ് നിയമസഭയിൽ അദ്ദേഹം പ്രതികരിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ വായടഞ്ഞു, അത്രേ ഞാൻ പറയുന്നുള്ളൂ.
EMS പറഞ്ഞു, ശ്രീ KN രാജനെ പോലുള്ളവർ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ മേശയും കസേരയും എല്ലാം ഇട്ടിരുന്ന് ഫയലൊക്കെ നോക്കി ഫയലിനകത്ത് ഓരോ തീരുമാനങ്ങൾ എഴുതുന്ന വെള്ളക്കോളർ ജീവനക്കാർക്കും അധ്യാപകർക്കുമൊക്കെ മാത്രം അർഹതയുള്ളതാണ് പെൻഷൻ എന്നാണ് എൻ്റെ മാന്യ സുഹൃത്ത് ഡോക്ടർ KN രാജ് ധരിച്ചിരിക്കുന്നത്. EMS പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൃഷ്ടിയിൽ പാടങ്ങളിലും പറമ്പുകളിലും പോയി പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ, ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നത് ഈ കർഷക തൊഴിലാളികളാണ്, അവരുടെ അധ്വാനമാണ്. ആ നാടിനെ തീറ്റിപ്പോറ്റാൻ അധ്വാനിച്ച ഈ കർഷക തൊഴിലാളികൾ 10-60 വയസ്സായി, അവർക്ക് അധ്വാനിക്കാൻ വയ്യാതിരിക്കുമ്പോൾ ഒരു ചായ വാങ്ങിച്ചു കുടിക്കാൻ, പട്ടിണി കിടക്കാതെ റേഷനരി വാങ്ങിച്ച് തിളപ്പിച്ച് കഴിക്കാൻ അവർക്കൊരു തുക, അന്ന് 45 രൂപയായിട്ടാണ് അത് തുടങ്ങിയത്, അങ്ങനെ ഒരു തുക കൊടുക്കുകയാണ് എന്ന് EMS ആദ്യം ക്ഷേമ പെൻഷൻ പദ്ധതിയെ, നയനാർ ഗവൺമെൻറ് ആരംഭിച്ച ക്ഷേമ പെൻഷൻ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. നയനാരുടെ ശൈലിയിൽ ചാമ്പി എന്ന് തന്നെ പറയുന്നത്. നയനാർക്ക് ഇഷ്ടമുള്ളൊരു പ്രയോഗമാണ് ഈ ചാമ്പുക. തീർത്തടിച്ചു നയനാർ. ഡോക്ടർ രാജെല്ലാം പണ്ഡിതരാണ്, പക്ഷെ പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ കാര്യം അറിയാവുന്ന പണ്ഡിതർ ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നയനാർ മറുപടി പറഞ്ഞു. ഇന്ന് കേരളത്തിൽ നയനാരുടെ കാലത്ത് ആരംഭിച്ച ഈ ക്ഷേമ പെൻഷൻ പദ്ധതി കേരളത്തിൽ വ്യാപകമായെന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളും. അന്ന് ഇതിനെ അപഹസിച്ച കോൺഗ്രസ്സുകാർ, അന്ന് വരെ ജനസംഖ്യക്കാര് ഒന്നും വലിയ തോതിലില്ല, ഇവരെല്ലാം അന്ന് വിമർശിച്ചെങ്കിൽ ജനങ്ങളെ തങ്ങളുടെ തെറ്റായ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാനുള്ള ഉപായമായിട്ടാണ് അവരെല്ലാം, കോൺഗ്രസും BJPയും എല്ലാം ഇത്തരം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കമ്മ്യൂണിസ്റ്റുകാരാക്കുന്നത്. അതുകൊണ്ട് പരിമിതികളുള്ള ഒരു സംസ്ഥാന ഭരണത്തിന് കീഴിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന ആലോചന, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നയനാർ ഗവൺമെൻറ് ഇത്തരം പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന ഗവൺമെൻറ്റിന് കടുത്ത വിഭവ പരിമിതിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ ഗവൺമെൻറ് സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലിടങ്കോലിടാൻ വേണ്ടി ഏറ്റവും ഹീനമായ വൃത്തികെട്ട രൂപത്തിൽ കേന്ദ്ര BJP ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾക്കെതിരെ കയ്യേറ്റം നടത്തുകയാണ്. അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ തുടക്കം VK നയനാരുടെ 1980 ഗവൺമെൻറ്റാണ്, ഒന്നാം നയനാർ ഗവൺമെൻറ്റാണ് തുടക്കം കുറിച്ചത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയണം. അതിനെ കൂടുതൽ വ്യാപകമാക്കി 45 രൂപയിൽ തുടങ്ങിയത് 1600 രൂപയായിട്ട് ഉയർത്തി. അത്ര ഉയർത്തിയാൽ പോരാ, ഇനിയും കൂടുതൽ ഉയർത്തണമുണ്ട്. പക്ഷേ ഈ വർധനവ് വരുത്തിയത് മുഴുവൻ, വർധനവിൻ്റെ 99% വരുത്തിയത് നയനാരുടെ പിൻഗാമികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ്. അതും ഈ സന്ദർഭത്തിൽ നയനാരുടെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ജനങ്ങളെ മുഴുവൻ സാക്ഷരരാക്കുക എന്നൊരു ലക്ഷ്യം, ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ സാക്ഷരരാക്കാൻ പറ്റുമോ എന്ന ചോദ്യം നയനാർ ഗവൺമെൻറ് കാലത്താണ് ഉന്നയിക്കപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക് കൊണ്ടാണ് ഇന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നത് രണ്ടാം നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിൻ്റെ കുറേ പ്രവർത്തനങ്ങളിൽ അന്നൊരു രാജ്യസഭാംഗമായിരുന്ന എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സമയത്തായിരുന്നു.
അതുകൊണ്ട് കോഴിക്കോട് വെച്ച് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് മലപ്പുറത്ത് നിന്ന് ഐഷുമ്മ, പേരെനിക്ക് ഓർമ്മ വരുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഓർമ്മയ്ക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട്, വയസ്സായതുകൊണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു ഐഷുമ്മയാണ് പ്രഖ്യാപിച്ചത്. ഐഷുമ്മ ഈ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നയനാർ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ അഭിമാനകരമായ നേട്ടമായി, ലോകം ശ്രദ്ധിക്കുന്ന നേട്ടമായി കേരളത്തെ മാറ്റുന്ന പ്രഖ്യാപനം ഐഷുമ്മ നടത്തുമ്പോൾ ആ വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? നമ്മുടെ ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ, മൊയ്തു മൗലവി, ലോകമറിയുന്ന ഇന്ത്യൻ സാഹിത്യകാരനായിട്ടുള്ള ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദ് 1936 സ്പാനിഷ് സിവിൽ വാറിൽ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും സ്പെയിനിലെ ഫാസിസ്റ്റായ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റുകളും തമ്മിലുള്ള പോരാട്ടം, അത് സ്പാനിഷ് സിവിൽ വാർ, സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വലിയ എഴുത്തുകാരും കലാകാരന്മാരും അതിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. നെഹ്റു അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആളുകളാണ്. ആ സ്പാനിഷ് സിവിൽ വാറിൽ പങ്കെടുത്ത ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദ്, ഇന്ത്യയിലെ അതിപ്രശസ്തനായ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാരൻ ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദ്. അദ്ദേഹത്തിന് 91 വയസ്സോ മറ്റോ ഉണ്ട്. അദ്ദേഹമുണ്ട്. കടമ്മനിട്ട് രാമകൃഷ്ണനുണ്ട്. മലയാളത്തിലെയും കേരളത്തിന് പുറത്തെയും അതിപ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നയനാർ ഗവൺമെൻറ്റിൻ്റെ ജനകീയ പദ്ധതിയായ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയിലൂടെ സാക്ഷരത നേടിയ 70-ലധികം വയസ്സുള്ള യുവതി എന്ന് പറയാം, ഐഷുമ്മയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ആ മാതൃകാപരമായ ജനപങ്കാളിത്തത്തോടുകൂടി എങ്ങനെ മഹത്തായ നേട്ടങ്ങൾ വൈജ്ഞാനിക രംഗത്ത് കൈവരിക്കാം, അതിനടിത്തറയിട്ട് നയനാരുടെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഒരു വിജ്ഞാന കേരളവും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയും അതിലേക്ക് നീങ്ങാനുള്ള പുതുവഴികളാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇ.കെ. നയനാരുടെ നേതൃത്വത്തിലുള്ള 2ാം നയനാർ ഗവൺമെൻറ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച അടിത്തറയിലാണ് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി ഉയർത്താനും വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്ഘടനയായി കേരളത്തെ ഉയർത്താനും ഒരു സംസ്ഥാനത്തൊതുങ്ങി നിന്നുകൊണ്ട് കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വികസന മുന്നേറ്റങ്ങൾ ഈ മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടിയാണ്. ആ സമരവുമായി മുന്നോട്ട് പോകാൻ, വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അടിത്തറ കൂടുതൽ ബലിഷ്ഠമാക്കുന്നതിൽ 57-ലെ EMS ഗവൺമെൻറ് മുതൽ ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടിത്തറയാണ്. ഇടയ്ക്ക് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഗവൺമെൻറ് വരുമ്പോൾ അവർ ഈ അടിത്തറ കുറച്ച് തല്ലി പൊളിക്കും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരുമ്പോൾ നമ്മൾ ഈ അടിത്തറ വീണ്ടും ബലിഷ്ഠമാക്കിയിട്ട് അതിന്മേൽ വികസനത്തിൻ്റെ പുതിയ പടവുകളും പുതിയ ഘട്ടങ്ങളും നിർമ്മിച്ചുയർത്താൻ നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ തുടർഭരണം കൈവരിച്ച കേരളം തുടർഭരണത്തിനൊരു തുടർഭരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 80-82-ലെ നയനാർ ഗവൺമെൻറ്റും 87-91-ലെ നയനാർ ഗവൺമെൻറ്റും 96-2001-ലെ നയനാർ ഗവൺമെൻറ്റുമെല്ലാം പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഘട്ടം ഘട്ടമായ സംഭാവനകളും നേട്ടങ്ങളും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ആ നേട്ടങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചാലാണ് നേട്ടത്തിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ കൂട്ടത്തിൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ജനകീയ ആസൂത്രണം.
ആസൂത്രണത്തിൻ്റെ ആവിഷ്കാരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, അതാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ ഒരു ഭാഗം. ആസൂത്രണത്തിൻ്റെ ആവിഷ്കാരത്തിലുള്ള ജനപങ്കാളിത്തം മാത്രമല്ല, ജനപ്രതിനിധികളുടെ പങ്കാളിത്തം മാത്രമല്ല, ജനപങ്കാളിത്തം ഗ്രാമസഭകളിലൂടെ, നഗരങ്ങളിലുള്ള വാർഡ് സഭകളിലൂടെ, പദ്ധതി ആസൂത്രണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, പദ്ധതിയുടെ നിർവഹണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം. EMSനെയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കണം. EMS ഈ ജനകീയ ആസൂത്രണത്തിൻ്റെ ആവിഷ്കാരത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കിയ നയനാർ ഗവൺമെൻറ്റാണ്. അത് ഇന്നത്തെ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ വലിയൊരു ഘട്ടമാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്, പക്ഷെ വിശദീകരിക്കാൻ പ്രാപ്തരാണ് നിങ്ങളല്ല. എന്നാൽ കേരളവുമായി ബന്ധപ്പെട്ട് വളർച്ചയുടെയും വികസനത്തിൻ്റെയും കാര്യം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷത്തുള്ളവരെയും ഒക്കെ വലിയ തോതിൽ വിമർശന വിധേയരാക്കാറുണ്ട് പലരും. എന്താ, അവർക്ക് വിമർശിച്ചൂടെ? വിമർശിക്കുന്നത് നമുക്കൊരു പ്രശ്നവുമില്ല. വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ വിമർശനങ്ങൾ ആരോഗ്യകരമായ വിമർശനമാണെങ്കിൽ നമ്മളതിൽ നിന്ന് പാഠം പഠിക്കും. അടിസ്ഥാനരഹിതങ്ങളായ വിമർശനങ്ങളാണെങ്കിൽ നമ്മളതിന് മറുപടി പറയും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവ് ഒരു വിമർശനം നടത്തി. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാലും ദോഷമൊന്നുമില്ല, പക്ഷെ പേരിന് പ്രസക്തിയില്ല. ആ വിമർശനം എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആളിനെ മനസ്സിലാവും. ഒരു പ്രശ്നോത്തരി പോലെ, ഒരു ക്വിസ് പോലെ. പുള്ളി പറഞ്ഞത്, ഈ മാർക്സിസ്റ്റുകാർ നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. ഒരു 10-30 വർഷം കഴിഞ്ഞ് അവരത് ചെയ്യും. അങ്ങനെയാണ്. എന്നാൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ഈ മാർക്സിസ്റ്റുകൾക്ക് കഴിയില്ല. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ. ഇതൊരു മുരിക്കാഞ്ചേരി കേളു സ്മാരക നിർമ്മാണോദ്ഘാടനം നടത്തി. ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന വർത്തമാനകാലത്ത് പൈതൃകം സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുസ്ലിം പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പുരാവസ്തു വകുപ്പിന്റെ മുരിക്കാഞ്ചേരി കേളു സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ മാത്രം 7 പുതിയ മ്യൂസിയങ്ങൾ നിലവിൽ വന്നു. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുരിക്കാഞ്ചേരി കേളു സ്മാരകം നിർമ്മിക്കുന്നത്. അന്തർദേശീയ മ്യൂസിയം ദിനത്തിൽ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായത് ചരിത്ര നിയോഗമാണെന്നും ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തൊട്ടാകെ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E ദിനേശൻ, നഗരസഭാ കൗൺസിലർ PV ജയസൂര്യൻ, CR ആദിരാജ, KV ദിനേശൻ, വസന്ത് പള്ളിയാം, മൂല, TP മുഹമ്മദ് വാസിൽ, ഉണ്ണികൃഷ്ണൻ, P ഹനീഫ, രാകേഷ് മന്തമ്പത്ത്, G രാജേന്ദ്രൻ, മുഹമ്മദ് റാഫി, PC അശോകൻ, ഫാദർ ജോസ് മാത്യു, ഫാദർ റെയ്മണ്ട് വില്യം, K കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപനം നടത്തി. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം KV സുമേഷ് MLA നിർവഹിച്ചു. ക്ലാസ് മുറികളും സ്കൂളുകളും ആകർഷണീയമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. 2024-25 വർഷത്തെ ഗവൺമെന്റ് പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 6 ക്ലാസ് മുറികളും ശൗചാലയവും കൗൺസിലിംഗ് മുറിയും സ്റ്റെയർകേസും അടങ്ങുന്ന കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം 490 ചതുരശ്ര മീറ്ററാണ്. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമായതിനെ തുടർന്ന് ടെൻഡർ നടപടികളിലേക്ക് കടന്ന് 1 വർഷത്തെ പൂർത്തീകരണ കാലാവധിയോട് കൂടിയാണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ കണ്ണാടിപ്പറമ്പ് GHSS വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ്. സ്കൂളിന്റെ സുഗമമായ മുന്നേറ്റത്തിന് പുതിയ കെട്ടിടം കൂടുതൽ സഹായകരമാകും. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ മഴവില്ല് നടന്നു വരികയാണ്.
മഴവിൽ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ താഹിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി റാഷിദ, PTA പ്രസിഡന്റ് മിഹ്റാബി, സ്കൂൾ പ്രിൻസിപ്പൽ OC പ്രസന്നകുമാരി, പ്രധാനാധ്യാപിക PP ഇന്ദിര, RRD രാജേഷ്, PV അബ്ദുള്ള മാസ്റ്റർ, K ബൈജു, പ്രശാന്തൻ മാസ്റ്റർ, P രാമചന്ദ്രൻ, P ശ്രീധരൻ, രത്നാകരൻ, KT വഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ 5 പരാതികൾ പരിഗണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കണ്ണൂർ ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ പരാതികൾ പരിഗണിച്ചു. കാടാച്ചിറ സ്വദേശിയായ ഉദ്യോഗാർത്ഥികൾക്ക് ന്യായമായി ലഭിക്കേണ്ട നിയമന നടപടികൾ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്നില്ലെന്ന പരാതിയിൽ സാമ്പത്തിക ഇടപാട് കൂടി ഉൾപ്പെടുന്നതിനാൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സിറ്റിംഗിൽ തുടർച്ചയായി സ്കൂൾ മാനേജർ ഹാജരാക്കാത്ത സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ട് മാനേജറെ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കാനും നിർദ്ദേശിച്ചു. കേരള ബാങ്കിന്റെ എടക്കാട് ബ്രാഞ്ചിൽ നിന്നും 20 ലക്ഷം രൂപ വായ്പ എടുത്തതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്തെന്ന പ്രവാസിയുടെ പരാതി കമ്മീഷന്റെ ഇടപെടൽ മൂലം രമ്യമായി പരിഹരിച്ചു. ചൊക്ലി കേന്ദ്രീകരിച്ച് 4.5 വർഷമായി നടന്നു വരുന്ന ന്യൂനപക്ഷ പരിശീലന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉടമയ്ക്ക് വാടക ലഭിച്ചില്ലെന്ന പരാതിയിൽ ന്യൂനപക്ഷ ഡയറക്ടറോട് കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി. വീർപ്പാട് സ്വദേശിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച പരാതിയിൽ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ സിറ്റിംഗിൽ ഹാജരാക്കാത്തത് ഗുരുതര അനാസ്ഥയായി കമ്മീഷൻ വിലയിരുത്തി. റവന്യൂ സെക്രട്ടറിയെ കൂടി എതിർകക്ഷിയാക്കി അടിയന്തര റിപ്പോർട്ട് തേടാൻ തീരുമാനിച്ചു. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിൽ 2 പരാതികൾ തീർപ്പാക്കുകയും 2 പരാതികളിൽ ഇടക്കാല തീരുമാനമെടുക്കുകയും ചെയ്തു. 1 പരാതി അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. പുതുതായി 1 പരാതി ലഭിച്ചു. സിറ്റിംഗുകളിൽ കമ്മീഷന് നേരിട്ടോ തപാലിലോ ഇമെയിൽ വിലാസത്തിലോ 9746515133 വാട്സപ്പ് നമ്പറിലോ പരാതി നൽകാം. ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശുചീകരണ തൊഴിലാളികളെ വിജിൻ MLA ആദരിച്ചു. മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വേസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടും MLA പ്രകാശനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷയായി. മോഹനൻ, വൈസ് പ്രസിഡന്റ് മോഹനൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈറു ഫിലിപ്പ്, സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദരൻ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക കേരളത്തിന്റെ പരിച്ഛേദമായി പരസ്പരം സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം. വിവിധ മേഖലകളിൽ നിന്നായി 2500-ലേറെ സാംസ്കാരിക പ്രവർത്തകരാണ് തൃശൂരിൽ നടന്ന സംഗമത്തിനെത്തിയത്. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട നിരവധി സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്ത സംഗമം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. നവകേരള സൃഷ്ടിയിൽ സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായം കേൾക്കാനും അവരുമായി സംവദിക്കാനുമായാണ് പരസ്പരം നടന്നത്. സാംസ്കാരിക പ്രവർത്തകർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകി. കലാരംഗത്തുള്ളവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായതിന്റെ സന്തോഷം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തി പ്രകടിപ്പിച്ചു. സാംസ്കാരിക ലോകത്തിന് അളവറ്റ സംഭാവന നൽകിയ 15 പ്രഗത്ഭരായ കലാകാരന്മാരെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിലെ നാടക ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച അഭിനേത്രി നിലമ്പൂർ ആയിഷ, പ്രശസ്ത വിപ്ലവ ഗായിക PK മേദിനി, മോഹിനിയാട്ടത്തെ ജനകീയമാക്കിയ പത്മശ്രീ ക്ഷമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സാഹിത്യകാരൻ TT രാമകൃഷ്ണൻ, കൊച്ചിൻ ബിനാലെ സ്ഥാപകൻ, ആധുനിക ഇന്ത്യ ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി, ചിത്രകാരനും മഹാശില്പിയുമായ NN റിംസൺ, തലശ്ശേരി ജെമിനി സർക്കസിന്റെ അമരക്കാരൻ സർക്കസ് ചന്ദ്രൻ തുടരും. സിനിമയുടെ സംവിധായകൻ
തരുൺ മൂർത്തി, മിസ് ട്രാൻസ് ഗ്ലോബൽ 2021 കിരീടം നേടിയ ശ്രുതി സിത്താര, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി അമ്മ എന്ന സ്ഥാപനം നടത്തി കുട്ടികളെ കൊണ്ട് നാടകം പരിശീലിപ്പിക്കുന്ന ഡോക്ടർ ഭാനുമതി, ഭിന്നശേഷി രംഗത്തു നിന്നും അതിജീവനത്തിന്റെ അപരാജിത കരുത്താർജിച്ച പ്രതിഭ കൺമണി, ഊരാളി കൂത്തുകലകാരി മാലതി ബാലൻ, ചലച്ചിത്ര അഭിനേതാവ് അഭാനി ശരത്, കോൽക്കളി കലാകാരൻ TP നാണു എന്നിവരെയാണ് പൊന്നാടയും ഫലകവും നൽകി ചടങ്ങിൽ ആദരിച്ചത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.